ഇന്ന് ഞങ്ങളുടെ ഒരു മീൻ കറിയാണ്. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു നുള്ളു ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കുന്നത് നിർബന്ധമൊന്നുമല്ല, ഞങ്ങൾ സാധാരണ കറിയൊക്കെ ആയിക്കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഉലുവ പൊട്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് വഴറ്റി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 സ്പൂൺ മിക്സഡായിട്ട് പൊടിച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഞങ്ങളിവിടെ പൊടിച്ച പൊടി തന്നെയാണ്. പിന്നെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞു. അതിനുശേഷം പുളിവെള്ളം, വാളൻ പുളി പിഴിഞ്ഞ് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി അടച്ച് വെച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നു. ഇന്ന് അയില മീനാണ് കിട്ടിയത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ചട്ടിയൊന്ന് തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അടിക്ക് പൊടിക്കാതിരിക്കാൻ. പിന്നെ കറിയൊക്കെ വെന്ത് കുറുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.